ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സർക്കുലർ മോഷൻ, വൃത്താകൃതിയിലുള്ള ചലനം. So, in a circular motion, all of us know that a body will follow a circular path. So, this is a circular path through which a body is moving. Let A be the initial position of the body, and after some time it reaches the point B. So, position vector R1 represents the position when the body is at A, and the position vector R2 represents when the body is at B. ഇനി V1 V2 എന്താണ്? V1 V2 എന്ന് പറയുന്നത് ഈ ബോഡി എയിലും ബിയിലും നിൽക്കുന്ന സമയത്തുള്ള അതിൻ്റെ ലീനിയർ വെലോസിറ്റി ഡയറക്ഷനാണ്. ഓക്കെ, സോ ദ ഡയറക്ഷൻ ഓഫ് ദിസ് വെലോസിറ്റി ഈസ് ടാൻജന്റ് ടു ദി സർക്കുലർ പാത്ത്. ഈ സർക്കുലർ പാത്തിന് ടാൻജന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വരയ്ക്കുന്നത്. മറ്റേ രീതി പറയുകയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് ഈ പറയുന്ന വെലോസിറ്റി വെക്ടർ. മറ്റു രീതി പറയുകയാണെങ്കിൽ ഈ R1 എന്ന് പറയുന്ന റേഡിയസ്, അല്ലെങ്കിൽ ഈ R1 എന്ന് പറയുന്ന റേഡിയസ് നിൽക്കുന്ന സമയത്ത് ഇതൊരു കല്ല് നമ്മളൊരു കയർ ഉപയോഗിച്ച് ചുഴറ്റുകയാണെങ്കിൽ ഈ OA എന്ന് നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ആ കയർ പൊട്ടിക്കഴിഞ്ഞാൽ ആ നമ്മൾ ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന കല്ല് എന്ത് ചെയ്യും? V1 ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അഥവാ അതാണ് എ എന്ന് പറയുന്ന ബിന്ദുവിലുള്ള ആ വസ്തുവിൻ്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. Then what is displacement in the case of circular motion? So delta R1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ വെക്ടർ. സോ ഡെൽറ്റ R is equal to R2 minus R1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊസിഷൻ വെക്ടറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ കുറിച്ചും ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So if you remember those topics, it is very easy to understand. So modulus of delta R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ആറിൻ്റെ അളവ്, മാഗ്നിറ്റ്യൂഡ്. സോ ഡെൽറ്റ ആർ ഇൻ അതർവൈസ് മോഡുലസ് ഓഫ് ഡെൽറ്റ ആർ വെക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ പ്ലസ് 2R1 R2 കോസ് തീറ്റ. നമ്മൾ നേരത്തെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം റിസൾട്ടന്റ് വെക്ടർ ഈസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ. ഇവിടെ അതിന് പകരം നമുക്കുള്ള റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ പ്ലസ് 2R1 R2 കോസ് തീറ്റ. നൗ തീറ്റ എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് AB ഡിവൈഡ് ബൈ റേഡിയസ്. ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് AB ബൈ റേഡിയസ്. എന്താണ് ആർക്ക് ലെങ്ത്? ഈ AB എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇവിടെ ഇതൊരു ആർക്ക് ഷേപ്പിലുള്ളത്. AB എന്ന് പറയുന്നത് ഇവിടെ ഒരു ആർക്ക് ഷേപ്പിലുള്ളത്. അപ്പോൾ ആ ആർക്കിന്റെ ലെങ്ത്, ആ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ R1ന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ പൊസിഷൻ വെക്ടർ R2ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തരും? ഈ റേഡിയസിന്റെ അളവ് തരും. റൈറ്റ്? സോ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ആർ. ആർക്ക് ലെങ്ത് AB എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് AB എന്ന് പറയുന്നത് എന്താണ്? ആ ആർക്ക് ലെങ്ത് ആണ്. സോ ആർക്ക് ലെങ്ത് AB ഈസ് ദ ഡിസ്റ്റൻസ് AB, അല്ലെങ്കിൽ ആ വസ്തു സഞ്ചരിച്ച അകലമാണെന്ത്? ആർക്ക് ലെങ്ത് AB അല്ലവ ഡിസ്റ്റൻസ് AB എന്ന് പറയുന്നത്. ഓർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓർ ദ ഡിസ്റ്റൻസ് AB ഈസ് ഈക്വൽ ടു വാട്ട്? R into theta. So this we know, if theta is the angle, then theta is equal to L by R. ആർക്ക് L ഡിവൈഡ് ബൈ R എന്ന് കിട്ടും. പക്ഷേ ആർക്ക് L ഡിവൈഡ് ബൈ R എന്ന് പറയുന്നതിൽ ആ തീറ്റ എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ, ഇഫ് ദ ആംഗിൾ തീറ്റ ഈസ് വെരി സ്മോൾ, ദെൻ ആർക്ക് L, ഇവിടെ നമ്മൾ പറയുന്നത് ആർക്ക് L ആണ്, ദെൻ ആർക്ക് L ഈസ് അപ്രോക്സിമറ്റ്ലി ഈക്വൽ ടു L, ദെൻ തീറ്റ ഈസ് ഈക്വൽ L ബൈ R ഓർ L ഈസ് ഈക്വൽ ടു R തീറ്റ. ഈ ഒരു ധാരണ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് AB ഈസ് ഈക്വൽ ടു R തീറ്റ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്.
Then there is another technical term which is called angular displacement. Angular displacement is the angle turned by a body moving on a circle from some reference line. Okay, that is what is called angular displacement. The angle turned by a body moving on a circle from some reference line is called angular displacement. ഒരു റഫറൻസ് ലൈനിൽ നിന്നും ഒരു നിശ്ചിത ആംഗിൾ ഒരു വസ്തു ചലിക്കുകയാണെങ്കിൽ ആ ആംഗിളിനെ അല്ലെങ്കിൽ ആ ആംഗിൾ സൃഷ്ടിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് M0, L0, T0 അഥവാ എന്തില്ല, ഡയമെൻഷൻ ഇല്ല എന്ന് പറയാം. എല്ലാം 0 ആണല്ലോ. കാരണം എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. രണ്ടും ലെങ്ത് ആണ്, അപ്പോൾ രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, വേറെ മാസവും ഇല്ല ടൈമും ഇല്ല. അതുകൊണ്ട് ഡയമെൻഷൻ 0 എന്ന് പറയാം. യൂണിറ്റ് 2 യൂണിറ്റ് ഉണ്ട്, റേഡിയൻ ഉണ്ട്, ഡിഗ്രി ഉണ്ട്. Then there is a relation between radian and degree. 2 pi radian is equal to 360 degree. Right? 2 pi radian is equal to 360 degree. That is the relation between radian and degree. Then angular displacement is a axial vector quantity. So it is a vector quantity along the axial line. So it is a axial vector quantity. Then relation between linear displacement and angular displacement. There is a relation between linear and angular displacement. So theta is equal to arc s by r. Theta എന്താണ്? തീറ്റയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആർക്ക് എസ് എന്താണ്? ആർക്ക് എസ് എന്ന് പറയുന്നതാണ് എന്ത്? അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ്. റൈറ്റ്? ദെൻ ഫോർ സ്മോൾ ആംഗിൾ തീറ്റ ആർക്ക് എസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എസ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ആംഗിൾ തീറ്റ കുറവാണെങ്കിൽ ഈ ആർക്ക് എസ് എന്ന് പറയുന്ന അകലവും നേരിട്ടുള്ള ലെങ്ത് എസിന്റെ അകലവും ഡിസ്പ്ലേസ്മെന്റ് എസും. റൈറ്റ്? ആർക്ക് എസ് എന്ന് പറയുന്നത് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എസ്. സോ ഇൻ ദാറ്റ് കേസ് തീറ്റ ഈസ് ഈക്വൽ ടു എസ് ബൈ ആർ ഓർ എസ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. സോ ദിസ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്സ്. ദെൻ നെക്സ്റ്റ് ടേം ഈസ് ആംഗുലർ വെലോസിറ്റി. Angular velocity of an object in circular motion is defined as the time rate of change of its angular displacement. അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് സമയത്തിന് ആപേക്ഷികമായിട്ട് വരുന്ന മാറ്റമാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലർ വെലോസിറ്റി. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന് സമയത്തിന് ആപേക്ഷികമായിട്ട് വരുന്ന മാറ്റമാണ് ആംഗുലർ വെലോസിറ്റി. സോ ദ സിംബൽ ഓഫ് ആംഗുലർ വെലോസിറ്റി is omega. This is called omega. So angular velocity is equal to what? d theta by dt എന്ന് പറയാം. Right? What is the meaning of d theta by dt? d theta by dt means rate of change of theta with respect to t. അഥവാ തീറ്റയ്ക്ക് സമയത്തിന് ആപേക്ഷികമായിട്ട് വരുന്ന മാറ്റം, അല്ലെങ്കിൽ സമയം മാറുന്ന സമയത്ത് തീറ്റയ്ക്ക് വരുന്ന മാറ്റം. ഇപ്പോൾ ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ വസ്തു ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ടി ഈക്വൽ ടു 0 അത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ടി ഈക്വൽ ടു ഒരു 5 സെക്കൻഡ് കൊണ്ടാണ് അടുത്ത പോയിന്റിൽ എത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ സമയത്തിന് ആപേക്ഷികമായിട്ട്, അതായത് സമയം 0 സെക്കൻഡിൽ നിന്ന് 5 സെക്കൻഡ് ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ആംഗിൾ തീറ്റ വർദ്ധിച്ചു. അഥവാ തീറ്റയ്ക്ക് എന്ത് സംഭവിച്ചു? തീറ്റയ്ക്ക് സമയത്തിന് ആപേക്ഷികമായിട്ടൊരു മാറ്റം വന്നു. അതാണ് ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ടി. ദെൻ ഡയമെൻഷൻ ഈസ് m പവർ 0 l പവർ 0 t റേസ് ടു -1. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഡിഗ്രി പെർ സെക്കൻഡ്. ആംഗുലർ വെലോസിറ്റി ഈസ് an axial vector. Then relation between angular velocity and linear velocity is vector v is equal to vector omega into vector r, അല്ലെങ്കിൽ v is equal to omega cross r. v is equal to omega cross r is the relation between linear and angular velocities. The next term is angular acceleration. Angular acceleration of an object in circular motion is defined as the time rate of change of its angular velocity. അഥവാ സമയത്തിന് ആപേക്ഷികമായിട്ട് ആംഗുലർ വെലോസിറ്റിക്ക് വരുന്ന മാറ്റം. ഓക്കെ, അതാണ് ഡി ഒമേഗ ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗ, എന്താ ഒമേഗ? ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ആംഗുലർ വെലോസിറ്റിക്ക് ഏതിനാപേക്ഷികമായിട്ട് വരുന്ന മാറ്റമാണ്? ടൈമിന് ആപേക്ഷികമായിട്ട് വരുന്ന മാറ്റം. അത് ടി എന്ന് പറയുന്ന ടൈം മാറുന്ന സമയത്ത് ഒമേഗ എങ്ങനെ മാറുന്നു എന്നതിൻ്റെ അളവാണെന്ത്? ആൽഫ. ആൽഫയാണ് ആംഗുലർ ആക്സലറേഷൻ. But we know omega is equal to d theta by dt. Therefore, alpha can be rewritten as d by dt of omega. എങ്ങനെ മാറ്റി എഴുതാം?
ഡി തീറ്റ ബൈ ഡി ടി എന്ന് മാറ്റി എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി ഒരു ഡിഫറൻസിയേഷനാണ്. ആ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഓപ്പറേഷനെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് കിട്ടും. സോ ആൽഫ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയാം. ഇതിൻ്റെ മീനിങ് എന്താണ് നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് how to get this relation between omega and v. So suppose that there is a body which is moving from say A to B, and the arc length AB is actually is equal to what? L. Then from the previous discussion we know theta is equal to L by R, or L is equal to R theta. Now as the time passes, L changes. I mean L changes and theta changes. അത് വസ്തു ആദ്യം എയിലായിരുന്നു, അപ്പോൾ സമയം 0 ആയിരുന്നു. ഇനി സമയം 1, 2, 3 സെക്കൻഡ് വർദ്ധിക്കും തോറും വസ്തു എയിൽ നിന്ന് മുന്നോട്ട് പോവാണ്. അങ്ങനെ മുന്നോട്ട് പോയി ഒരു നിശ്ചയ സമയത്ത് ബിയിലെത്തി. ഓക്കെ, അപ്പോൾ സമയം വർദ്ധിക്കുന്നു. അപ്പോൾ വസ്തു ചലിക്കുന്നതനുസരിച്ച് തീറ്റ ആംഗിൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം എൽ എന്ന് പറയുന്ന അകലം, അതായത് എയിൽ നിന്നും അതിൻ്റെ അടുത്ത പോയിന്റായി ബിയിലേക്കുള്ള അകലം വർദ്ധിക്കുന്നു. അപ്പോൾ സമയം പാസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം വർദ്ധിക്കുന്നുണ്ട്? എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം, അഥവാ ബി കടന്നും ഈ വസ്തു പോവും. അപ്പോൾ വീണ്ടും എൽ വർദ്ധിക്കും. അപ്പോൾ എൽ വർദ്ധിക്കുന്നു. അതുപോലെ ആംഗിൾ തീറ്റയും വർദ്ധിക്കും. കാര്യം എന്താ? അടുത്ത സ്ഥാനം എവിടെയാണോ അങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ സൃഷ്ടിക്കുന്ന ആംഗിളാണല്ലോ തീറ്റ എന്ന് പറയുന്നത്. ഇനീഷ്യൽ പൊസിഷനായിട്ടുള്ള എയിൽ നിന്നും അടുത്ത പൊസിഷനായിട്ടുള്ള ബിയിലേക്ക് ഉണ്ടാക്കുന്ന പൊസിഷൻ വെക്ടറിന്റെ ആംഗിളാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലും വർദ്ധിക്കും, തീറ്റയും വർദ്ധിക്കും. അപ്പോൾ സമയം വർദ്ധിക്കും തോറും എല്ലും വർദ്ധിക്കുന്നുണ്ട്, തീറ്റയും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി ബൈ ഡി ടി ഓഫ് എൽ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് എൽ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൽ വിത്ത് റെസ്പെക്ട് ടു ടി, അഥവാ സമയത്തിന് ആപേക്ഷമായിട്ട് എല്ലിന് വരുന്ന മാറ്റം. എല്ല് മാറുന്നുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. സോ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ തീറ്റ. കാരണം നമ്മൾ നേരത്തെ എഴുതിയിരുന്നതാണ് എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡിഫറൻസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഡി ബൈ ഡി ടി ഓപ്പറേഷൻ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ഡി ബൈ ഡി ടി ഓപ്പറേഷൻ കൊടുക്കണം. സോ ഡി ബൈ ഡി ടി ഓഫ് എൽ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ തീറ്റ. ഇതിന്റെ മീനിങ് ഞാൻ പറയാണ്, സമയത്തിന് ആപേക്ഷമായിട്ട് എല്ലിന് വരുന്ന മാറ്റം, അതാണ് ഡി എൽ ബൈ ഡി ടി. ദെൻ ഡി ബൈ ഡി ടി ഓഫ് ആർ തീറ്റയിൽ ആർ കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് മാറുന്നില്ല. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഓപ്പറേഷനിൽ ആർ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആർ നമ്മൾ പുറത്തേക്ക് എടുത്തു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, ബിക്കോസ് ആർ ഈസ് എ കോൺസ്റ്റന്റ്. നൗ വാട്ട് ഈസ് ഡി എൽ ബൈ ഡി ടി? ഓർ വാട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടി? നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഡി തീറ്റ ബൈ ഡി ടി എന്താണ്? ഒമേഗയാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ദാറ്റ് ഈസ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇനി എന്താണ് ഡി എൽ ബൈ ഡി ടി? എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ, അല്ലെ? ഡി എൽ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അഥവാ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടി എന്താണ്? വെലോസിറ്റിയാണ്, റൈറ്റ്? സോ ഡി എൽ ബൈ ഡി ടി ഈസ് വെലോസിറ്റി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഡി എക്സ് ബൈ ഡി ടി, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നെല്ലാം പറയാറുണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് വി ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? ആറും ഉണ്ട്. ഡി തീറ്റ ബൈ ഡി ടി ഒമേഗ ആയതുകൊണ്ട് ആർ ഒമേഗ ആയിട്ട് മാറി. സോ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. കാരണം എന്താണ്? ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ആയതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ ദിസ് ഈസ് ഹൗ വി ആർ ഗെറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ആർ, ഐ മീൻ വി ആൻഡ് ഒമേഗ. നൗ ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ വെക്ടർ വി ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ് വെലോസിറ്റി ഒരു വെക്ടറാണ്. ഒരു വെക്ടറിനെ സംബന്ധിച്ചിട്ട് ദിശ മാറിയാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവ് മാറിയാലും വെക്ടർ മാറുന്നുണ്ടെന്ന്. അപ്പോൾ യൂണിഫോം മോഷനിൽ ഇതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിലും ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ടാൻജന്റ് വരച്ചിട്ട് എ എന്ന് പറയുന്ന പൊസിഷനിലെ വെലോസിറ്റി ഡയറക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ബി എന്ന് പറയുന്ന പോയിന്റിലെ ഡയറക്ഷൻ വെലോസിറ്റി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും, ഇപ്പോൾ ഉദാഹരണം 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും ഡയറക്ഷൻ സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദർ ഈസ് എ വെലോസിറ്റി ചേഞ്ച്. ആൻഡ് വെലോസിറ്റി ചേഞ്ച് ഈസ് കാൾഡ് വാട്ട്? ആക്സലറേഷൻ. ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി, we can say that there is an acceleration. So if v is not a constant, there will be an acceleration. So when when vector changes with time, we can write what? dv by dt. അല്ലേ? വെലോസിറ്റിക്ക് സമയത്തിന് ആപേക്ഷമായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം
നമുക്ക് എഴുതാം dv/dt. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് dv/dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് v, റൈറ്റ്, ഓർ ചേഞ്ച് ഇൻ v വിത്ത് റെസ്പെക്ട് ടു ടൈം. വിക്ക് സമയത്തിന് ആപേക്ഷികമായിട്ട് വരുന്ന മാറ്റം, അല്ലെങ്കിൽ സമയം മാറുമ്പോൾ വിക്ക് വരുന്ന മാറ്റം, അതാണല്ലോ ആക്സലേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് r ഒമേഗ. കാരണം എന്താ, നമുക്ക് നേരത്തെ v ഈസ് ഈക്വൽ ടു r ഒമേഗ കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ d/dt ഓപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ, അഥവാ ഡിഫറൻസിയേഷൻ ഓപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ഓപ്പറേഷൻ കൊടുക്കണം. സോ d/dt ഓഫ് r ഒമേഗ എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ r കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്. സോ r ഇൻറ്റു d omega by dt. And what is d omega by dt? d omega by dt is alpha. What is alpha? Alpha is the angular acceleration. d omega by dt is equal to alpha, where alpha is called angular acceleration. But alpha is equal to v square by r square. Therefore dv by dt എന്താണ്? ആക്സലേഷൻ. നമ്മൾ നേരത്തെ മുൻപത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. dv by dt is acceleration a, change in velocity with respect to time. എന്താണത്? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയാറുണ്ട്, dv by dt എന്ന് പറയാറുണ്ട്. അതെല്ലാം ആക്സലേഷൻ ആണ്. സോ a is equal to r alpha, that is equal to r into v square by r square, that is equal to v square by r. So a is equal to v square by r എന്ന് കിട്ടി. ഓക്കെ, സോ a is equal to v square by r and v എന്തായിരുന്നു? v is equal to r omega. Okay, v is equal to r omega. So this is a relation. Okay, and a is equal to r alpha also. Next, centripetal force. അപ്പോൾ നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടു കഴിഞ്ഞു. ഡിസ്പ്ലേസ്മെന്റിന് ശേഷം നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ആംഗുലർ വെലോസിറ്റി കണ്ടു കഴിഞ്ഞു. പിന്നെ വെലോസിറ്റി ബൈ ടൈം, ആക്സലേഷൻ, നമ്മൾ ആംഗുലർ ആക്സലേഷൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലേഷൻ. ഇനി ആക്സലേഷൻ ഇൻറ്റു മാസ് ആണ് എന്ത്? ഫോഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്. ആക്സലേഷൻ ഇൻറ്റു മാസ് ആണ് ഫോഴ്സ്. സർക്കുലർ മോഷനിൽ വരുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്താണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ദാറ്റ് ഫോഴ്സ് വിച്ച് ഈസ് റിക്വയർഡ് ടു മൂവ് എ ബോഡി ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്. ദ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ ബോഡി അലോങ് ദി റേഡിയസ് ആൻഡ് ടുവാർഡ്സ് ദി സെന്റർ. ഈ കാണിച്ച പോലെ. സോ ഇത് യൂണിഫോം സർക്കുലർ മോഷൻ സങ്കല്പിക്കുക. അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടല്ലോ, എഫ് എപ്പോഴും എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ടു ദി സെന്റർ ഓഫ് ദി സർക്കിൾ ഓർ ടു ദി സെന്റർ ഓഫ് ദി സർക്കുലർ പാത്ത്. ആൻഡ് വി എന്താണ്? ഈ വി എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ബിന്ദുവിലും അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, സോ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു, ബട്ട് ആൻഡ് ദ ഫോഴ്സ് ഈസ് ആൾവേസ് ആക്ടിങ് ടുവാർഡ്സ് ദി സെന്റർ. ഓക്കെ, then from Newton's second law we know that F is equal to ma. But what is a in circular motion? It is v square by r. Therefore F is equal to mv square by r. So F is equal to mv square by r is the equation for centripetal force. Then the work done by centripetal force is always zero as it is perpendicular to velocity. ഈ കാണിച്ച പോലെ, right? So here we can see that the direction of force and the direction of displacement are perpendicular to each other. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിന്ദുവിൽ വെച്ചിട്ട് നമ്മൾ ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന കയറ് പൊട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എസിന്റെ ഡയറക്ഷനിലാണ് ഈ വസ്തു, കല്ല് മൂവ് ചെയ്യുക, തെറിച്ചു പോവുക. The direction of force and the direction of S are perpendicular to each other. So the angle is 90 degree, right? And what is the equation for work done? Work done is equal to Fs cos theta ആണ്, where theta is 90, cos 90 is equal to 0. Therefore work is equal to 0. Okay, work is equal to 0. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? The work done by centripetal force is always 0 എന്ന് പറയുന്നത്. Okay, then there is an example for that. When a satellite established once in orbit around the earth and it starts revolving with a particular speed, then no fuel is required for its circular motion. അതായത് നമ്മൾ പലപ്പോഴും എർത്തിൽ നിന്നും സാറ്റലൈറ്റ്സ് വിക്ഷേപിക്കാറുണ്ട്. ഈ സാറ്റലൈറ്റ്സ് അതിൻ്റെ റിക്വയർഡ് ഓർബിറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർഡ് ഓർബിറ്റിൽ കൊണ്ടുപോയി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കുലർ പാത്തിൽ അത് മൂവ് ചെയ്യാൻ ആരംഭിക്കുന്നു, റൈറ്റ്? ദെൻ നോ ഫ്യൂവൽ ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ് സർക്കുലർ മോഷൻ. നമുക്കവിടെ ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല. ആ ഇന്ധനത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എന്ത് സംഭവിക്കും? ഈ സാറ്റലൈറ്റ് ചലിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ
എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.